പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ, പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തളിക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരേശ്വരൻ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിള് ഇപ്പം നമ്മൾ ഊർജ്ജതന്ത്രം, രസതന്ത്രം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ബൈബിളിൽ ഒരു സ്പിരിച്വൽ ആധ്യാത്മിക തന്ത്രമുണ്ട്. യോഹന്നാൻ 1:16 വായിച്ചേ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടെ വരുന്നൊരു വാക്കാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം ഈ 12 1:12 1:16 കൂടി ലിങ്ക്ഡ് വചനമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആരാവും? ദൈവ മക്കളാവും. ദൈവ മക്കൾ ആകുന്നതിനുള്ള ചാൻസ് എന്താ? അതിനുള്ള കാരണം എന്താ? അവൻ്റെ നാമത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? അത് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്ന് പറയുന്ന പോലെ തന്നെ, കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസത്തിന് മേൽ വിശ്വാസമുണ്ട്. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. ഈശോ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വിശ്വാസത്തിൻ്റെ മേൽ വിശ്വാസം. അതിന് ഈശോ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. കർത്താവുമായിട്ട് ഇൻട്രാക്ഷൻ. അതിലൊന്നാണ് ഈ കാനൻകാരിയില്ലേ. കാനൻകാരിയുടെ ആ കർത്താവുമായിട്ടുള്ള ഡിസ്കോഴ്സ്, കർത്താവുമായിട്ട് ഇൻട്രാക്ഷൻസിലെ സംവാദങ്ങളോ സംവേദനങ്ങളോ അല്ലെങ്കിൽ വിനിമയങ്ങൾ, വിനിമയം, കർത്താവുമായിട്ട് നടക്കുന്ന വിനിമയം ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൻ്റെ മേൽ വിശ്വാസം, ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്തിൻ്റെ ട്രേസുകൾ കണ്ടെത്താൻ പറ്റും. ഈശോ ആണെങ്കിൽ വളരെയേറെ ഹാപ്പി ആകുന്ന ചില നിമിഷങ്ങൾ മനുഷ്യരാശി ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ചില ആൾക്കാർ നിലവാരമുള്ള ആധ്യാത്മികത കീപ്പ് ചെയ്യും. അതിലൊന്നാണ് ഈ കാനൻകാരി. മത്തായി 15:21 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അതെല്ലാം വിജാതീയ യഹൂദന്മാരുടെ സ്ഥലമല്ല, വിജാതീയ സ്ഥലങ്ങളാണ്. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് വിജാതീയ സ്ഥലങ്ങളിൽ, അപ്പം ഇത് നോൺ ബിബ്ലിക്കൽ ലാൻഡാണ്. അവർക്ക് വെളിപാടുകളില്ലാത്ത ഒരു ജനതയുടെ സമതലങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ സഞ്ചാരം ഭയങ്കരമാണ്. എന്നിട്ട് ഇങ്ങനെ ഈ വെളിപാടുകളില്ലാത്ത ഒരു ജനതയുടെ സമതലങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ സഞ്ചാരത്തിൽ സംഭവിക്കുന്ന സംഭവമാണ് ഈ കാനൻകാരി എന്ന് പറയുന്നത്. കാനൻകാരി മുന്നോട്ട് വരും കർത്താവിനെ കണ്ടപ്പോൾ. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. മേ ബി അതായത് പിശാചായിരിക്കാം, അതിന് ഡയബിൾ പേഴ്സണാലിറ്റി ആകും, അല്ലെങ്കിൽ അപസ്മാരം പോലുള്ള എന്തെങ്കിലും, എപ്പിലെപ്സി ഒക്കെ എന്തെങ്കിലും ആയിരിക്കും.
അവരുടെ ആ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചത്. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ഇതിവിടെയാണ് പ്രശ്നം വരുന്നത്. ഈശോ മിണ്ടടില്ല, ഒരു വാക്ക് പറയണില്ല. ഇത് സ്റ്റെപ്പാണ് കേട്ടാ, സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പാണിത്. എന്താണ്? സൈലൻറ്റ്. ഗോഡ് ഈസ് സൈലൻറ്റ്. നമുക്കങ്ങനെ സംഭവിക്കാം. ചില സമയത്ത് ഗോഡ് സൈലൻ്റായി പോകും. ഈ സൈലൻ്റ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സങ്കീർത്തനം 22:1-2 എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു, എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? അതാണ് ഇപ്പൊ ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഉള്ളത് ഒരു പ്രതിഭാസമാണിത്. ദൈവം ഇങ്ങനെ സൈലൻ്റായി പോകും. ദൈവം സൈലൻ്റായി പോകുമ്പോൾ ഇത് മനുഷ്യരാശി എക്കാലവും ദൈവത്തെ കൺഫ്രണ്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്, ആധ്യാത്മിക പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് സൈലൻസ് ഓഫ് ഗോഡ്. അപ്പോൾ നിങ്ങൾ ഉടനെ എന്താ ഈ മലയാളികളുടെ കുഴപ്പം എന്താ പറയുക? മലയാളി എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ അന്ധവിശ്വാസത്തിൻ്റെ ആകത്തുകയാണ്. മലയാളി എന്നാണ് അവൻ കുറേ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസത്തിൻ്റെ ആകത്തുകയാണ് അവൻ്റെ വിശ്വാസം. ഇപ്പം ദൈവം സൈലൻസ് ആണെങ്കിൽ ഉടനെ പറയും ഈ കുടുംബത്തിന് ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മുടെ പ്രാർത്ഥന ഒന്നും ഏൽക്കാത്തത്. അല്ല, ഇങ്ങനെയാണ് ചിന്തിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ചിന്തിക്കുന്നത്. ബൈബിൾ എന്ന് നിൽക്കുന്നത്, ബൈബിൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുറച്ചുകൂടി സിൻസിയർ റെസ്പോൺസാണ് ഉദ്ദേശിക്കുന്നത്. സൈലൻസ് ഓഫ് ഗോഡിൽ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ആദ്യത്തെ ഫസ്റ്റ് റെസ്പോണ്ടെന്ന് പറയുന്നത് ഈ നമ്മുടെ പണ്ടേ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിൽ. വീണ്ടും മലപ്പുറം പറഞ്ഞതല്ല, ഈ ഉദാഹരണം വന്നപ്പോൾ പറഞ്ഞ എൻ്റെ അപ്പനൊരു പണിയുണ്ടായിരുന്നു. ഈ ആടൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ കുറേ പാല് കറന്ന് ആദ്യത്തെ കറവില്ല, അതിന് തലപ്പാലെന്ന് പറയണം. നമ്മൾ ഈ പിഴണ പാലിനും തലപ്പാലെന്ന് പറയും. ആദ്യത്തെ പാല്, കറവയുടെ ആദ്യത്തെ പാല്. അപ്പോൾ അവർ ആർക്കും കുടിക്കാൻ പറ്റത്തില്ല, കുടിപ്പിക്കത്തില്ല. അത് കൊണ്ടുപോയി കുളത്തിലൊഴിച്ച് കളയും. അതൊരു ആചാരമാണ്, നാട്ടാചാരം. ഇപ്പോൾ ഉണ്ടോ നമുക്കറിയത്തില്ല. ഇതുപോലെ ദൈവം നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ദൈവം കൊണ്ട് കുളത്തിലൊഴിച്ച് കളയും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിൻസിയറാണെന്ന് അതിൻ്റെ അകത്ത് കുറേ കാര്യം ഇങ്ങനെ വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. അതാണ് വിഷയം. ആദ്യം തന്നെ നീ ഇപ്പം കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് നീ എന്താണ് വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എന്ത് വായിക്കുന്നെന്ന് പറഞ്ഞില്ല. സെക്കൻഡ് റെസ്പോൺസാണ് ഈശോ എടുക്കുന്നത്. ലൂക്ക 10:26 അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്തു വായിക്കുന്നു? അതെ, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കണം എന്ന് ചോദിച്ചാൽ അത് വാക്യം ക്ലിയറാണത്. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഓരോരുത്തന്മാരും ദൈവം ആഗ്രഹിക്കുന്ന പോലെ വായിക്കണ്ടേ, അത് വായിക്കത്തില്ല. അവൻ ആഗ്രഹിക്കുന്ന പോലെ വായിക്കും. അതാണ് ഈ വിഷയം വരുന്നത്. ദൈവം ആഗ്രഹിക്കണ പോലെ അത് വായിക്കണം. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന, അപ്പം ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ റിട്ടേൺ അടിക്കും. കലങ്കാരിയെ കാണുമ്പോൾ അപ്പം അത്രയും നേരം സംസാരിച്ചിരുന്ന കർത്താവ് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും. അപ്പോൾ ഈ കള്ള വിശ്വാസമാണെങ്കിൽ ഇവൻ വേറെ വഴിതിരക്കി പോകും. അതുകൊണ്ട് പിന്നെ ആ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന സൈലൻസ് ഇല്ലേ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ഒരു ഫ്രോഡിനെ പ്രാർത്ഥന കേൾക്കാൻ ഉദ്ദേശിക്കണില്ല എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ദൈവം നിൻ്റെ കുടുംബകാര്യങ്ങളിൽ ദൈവം സൈലൻ്റാണെന്ന് കണ്ടാൽ നീ ഉടനെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് നിൻ്റെ സിൻസിയറിറ്റി വെളിപ്പെടുത്തുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.